നെക്സ്റ്റ് നമുക്ക് സ്ക്വയർ ഓഫ് എ നമ്പറും ക്യൂബ് ഓഫ് എ നമ്പർ 8051 ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു നമ്പർ ഇൻറ്റു ദാറ്റ് നമ്പർ തന്നെയാണല്ലോ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അക്യുമുലേറ്ററും ബി രജിസ്റ്റർ യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എ രജിസ്റ്ററും ബി രജിസ്റ്റർ യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 8100 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ എന്ത് സ്റ്റോർ ഉണ്ട്? 0FH എന്ന് പറഞ്ഞ വാല്യൂ ചെയ്തിട്ടുണ്ട്. 0F എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെക്സാഡെസിമൽ 0F എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസിമൽ നമ്പറിൽ 15 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 15 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് അക്യുമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ 15ന്റെ ബൈനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ബൈനറിയിൽ എഴുതാൻ പോണേ ഫോർ ബെറ്റർ ക്ലാരിറ്റി. ഇതാണ് 15ന്റെ ബൈനറി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഇത് വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ബി രജിസ്റ്ററിലും ഇതേ നമ്പർ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ അക്യുമുലേറ്റർ എന്ന് വെച്ചെങ്കിൽ 8 ബിറ്റ് ആണ്. 1 2 3 4 5 6 7 8. ബി രജിസ്റ്റർ എന്താണ്? 8 ബിറ്റ് ആണ്. 1 2 3 4 5 6 7 8. അപ്പോൾ ഇവിടെ എന്തുണ്ട്? അക്യുമുലേറ്ററിൽ 15 ഉണ്ട്, ബിയിൽ 15 ഉണ്ട്. 15 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ എത്രയായി? 225 ആയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് എന്ത് വേണം? 225 എന്ന് വരണം അല്ലേ? അപ്പോൾ 225ന്റെ ബൈനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1110001. ഇതാണെന്ത്? 225ന്റെ 15 ഇൻറ്റു 15 ചെയ്യുമ്പോഴത്തേക്കും 1110001. ഓക്കെ, ഇതാണ് അക്യുമുലേറ്ററിൽ പോകുന്നത് നമ്മൾ വിചാരിക്കുക. പക്ഷേ അല്ല, നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? അക്യുമുലേറ്റർ 8 ബിറ്റ് ആണ് അല്ലേ? അക്യുമുലേറ്റർ എന്താണ്? 8 ബിറ്റ് ആണ്. ഇവിടെ കിടക്കുന്ന വാല്യൂ എന്താണ്? 8 ബിറ്റ് ആണ്. ഓക്കെ, ബി രജിസ്റ്റർ എന്താണ്? 8 ബിറ്റ് ആണ്. അപ്പോൾ ബി രജിസ്റ്ററും 8 ബിറ്റ്, ഇവിടെ കിടക്കുന്ന വാല്യൂവും 8 ബിറ്റ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് വരുന്ന ആൻസർ എന്തായിരിക്കും? 16 ബിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതും കൂടി ചേർത്ത് 16 ബിറ്റ് ആണ് വന്നത്. അപ്പോൾ നമുക്ക് 225 എന്ന വാല്യൂ 111 ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് വരും? ഇതിന് മുന്നിൽ ഒരു 8 സീറോയും കൂടി വരും. 4 5 6 7 8. ഓക്കെ, അപ്പോൾ നമ്മുടെ 15 ഇൻറ്റു 15 ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 16 ബിറ്റിലായിരിക്കും. 8 ബിറ്റ് 8 ബിറ്റ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ബിറ്റ് ആവും. അപ്പോൾ നമ്മൾ നോക്കിയേ, അക്യുമുലേറ്ററും 8 ബിറ്റ് ആണ്, ബി രജിസ്റ്ററും 8 ബിറ്റ് ആണ്. അപ്പോൾ നമ്മളെങ്ങനെ ഈ 16 ബിറ്റ് നമ്പറിനെ ഇവിടെ സ്റ്റോർ ചെയ്യും? അതിനു വേണ്ടിയാണ് 16 ബിറ്റിലെ ഹയർ നമ്പർ, അതായത് 0 1 2 3 4 5 6 7 8 MSB, അതായത് ഹയർ കിടക്കുന്ന ബിറ്റൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യും? അത് ബി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ലോവർ വരുന്ന വാല്യൂസ്, അതായത് ഈ 225 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? അതുകൊണ്ട് എ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും 8 ബിറ്റ് ഇൻറ്റു 8 ബിറ്റ് പറയുമ്പോൾ 16 ബിറ്റ് ആവും. 16 ബിറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അക്യുമുലേറ്ററിലും ബി രജിസ്റ്ററിലും പോയി. അപ്പോൾ അക്യുമുലേറ്ററിൽ എന്തുണ്ട്? 0110001 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇതെന്താണ്? 225 ആണ്. അത് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്താൽ മതി. 8200 എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റോർ ചെയ്താൽ മതി. ബാക്കി വരുന്ന ബി. അപ്പോൾ ഇവിടെ എന്താ വരാം? ഇവിടെ 00 ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? 225. ഇവിടെ ഇപ്പം 225 എന്ന് ഡെസിമൽ ചെയ്തേക്കുന്നത്, പക്ഷേ ഇവിടെ എന്താ? ഹെക്സ് വാല്യൂ ആണ് വരാം, 225 എന്ന് വരും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? സ്ക്വയർ ഓഫ് എ നമ്പർ. അത്രയും സിമ്പിളാണ്. ഫസ്റ്റ് വാല്യൂ ഇവിടെ വരും, ബാക്കി വാല്യൂസ് ഇവിടെ വരും. ഇപ്പോൾ ഒരു 15 ഇൻറ്റു 15 പോലത്തെ വാല്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തില്ല? പ്രശ്നമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി രജിസ്റ്ററിൽ 000 തന്നെ വരാം. പക്ഷെ നമുക്ക് നേരെ തിരിച്ച് എന്ത് ചെയ്യുക? 200 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ C8H എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? C8H എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെസിമൽ നമ്പറിൽ 200 ആണ്. ഓക്കെ, 200ന്റെ ബൈനറി എന്താണെന്ന് നമുക്ക് നോക്കാം. 200 എന്ന് വെച്ചെങ്കിൽ 11001000. ഇതാണ് 200ന്റെ ബൈനറി. ബിയിലോ 11001000. ഇതാണ് എന്ത്? 200ന്റെ ബൈനറി. അപ്പോൾ 200 ഇൻറ്റു 200 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 40,000 എന്ന് കിട്ടും. ഇവിടെ 40,000. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു 8 ബിറ്റിലല്ല 16 ബിറ്റിലാണ്. പക്ഷേ 14,000ന്റെ റിസൾട്ട് തന്നെ നോക്കിയേ, അത് നമ്മൾ 16 ബിറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആൻസർ തന്നെ ഒരു 16 ബിറ്റ് നമ്പറാണ്. 100111000100000. കണ്ട, ഒരു 16 ബിറ്റ് നമ്പർ ആയിട്ടാണ് 40,000 വരാം. നമ്മൾ എന്ത് ചെയ്യുക? ആസ് യൂഷ്വൽ അപ്പർ ബിറ്റ്, അതായത് ഇവിടെ കിടക്കുന്ന 1 2 3 4 5 6 7 8 ഇത്രയും നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാര്യം കോപ്പി ചെയ്യുക. നമ്മൾ ബി രജിസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ആവും. എന്നിട്ട് ബാക്കി വരുന്ന ലോവർ ബിറ്റ് എവിടെ സ്റ്റോർ ആകും? ബാക്കി വരുന്ന ലോവർ ബിറ്റ് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ആവും. ഇങ്ങനെയാണ് ബേസിക് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ഇതേ ലോജിക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂബ് ഓഫ് എ നമ്പറും കണ്ടുപിടിക്കാൻ പറ്റും. ഇത്ര നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ഓഫ് നമ്പർ. ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കാമാണ്? ക്യൂബ് ഓഫ് എ നമ്പറാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സ്ക്വയർ ഓഫ് എ നമ്പറിൻ്റെ പ്രോഗ്രാമിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യാം? പ്രോഗ്രാം ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാം. ORG 000H. ഇനി എന്ത് ചെയ്യണ്ടേ?
8100 എൻ്റെ വാല്യൂസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ DPTR അങ്ങോട്ട് മൂവ് ചെയ്തു. മൂവ് DPTR #8100H. ഇനി ഇതിലുള്ള കണ്ടന്റ് ഞാൻ എന്ത് ചെയ്യണം? അക്യുമുലേറ്ററിലേക്ക്. ഇവിടെ ഇപ്പോൾ ഞാൻ 0F കൊടുത്തേക്കുന്നത്. 50 എന്ന് പറഞ്ഞ വാല്യൂ അക്യുമുലേറ്ററിന് ഉള്ളിലേക്ക് വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മൂവ് എക്സ് എ അറ്റ് DPTR. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? 50 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അതേ വാല്യൂ തന്നെ എന്ത് വേണം? ബിയിലും വേണം. എന്നാലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മൂവ് ബി കോമ എ. ഇപ്പോൾ ബിൻ്റെ ഉള്ളിലും എന്റെ ഉള്ളിലും 15 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇനി അത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ എന്താ സംഭവിക്കുക? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 16 ബിറ്റ് നമ്പറാണ് ഉണ്ടാകുന്നത്. 16 ബിറ്റ് നമ്പറിന്റെ ഹയർ ബിറ്റ് ബിയിലും ലോവർ ബിറ്റ് അക്യുമുലേറ്ററിൽ സ്റ്റോർ ആവുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൾ എ ബിയിലെ എ വന്നിട്ട് നമുക്ക് 8200ലും ബി വന്നിട്ട് 8201ലും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ 8200ലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ DPTR മൂവ് ചെയ്യണം. മൂവ് DPTR #8200H. ഇപ്പോൾ DPTR 8200Hലേക്ക് വന്നു. അവിടെ എന്ത് ചെയ്യണം? മൂവ് എക്സ് അറ്റ് DPTR എ. DPTR ലൊക്കേഷനിൽ അക്യുമുലേറ്ററിലുള്ള വാല്യൂ, അതായത് ആ 15 × 15 ചെയ്യുമ്പോഴത്തേക്കും 225ന്റെ ഹയർ ബിറ്റ് അല്ല ലോവർ ബിറ്റ് അതെവിടെ വരും? ഈ ലൊക്കേഷനിലേക്ക് വരും. അതിനുശേഷം ഇനി എന്ത് ചെയ്യണം? ഞാൻ DPTR ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ DPTR എവിടെയായി? DPTR ഇപ്പോൾ 8201 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കായി. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇനി ബിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ളത്. ബി നമുക്ക് ഡയറക്റ്റ് DPTRലേക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൂവ് എ കോമ ബി. ബിന്റെ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് നീക്കിയതിന് അതിനുശേഷം വേണം എന്ത്? ഈ ലൈന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ. കോപ്പി പേസ്റ്റ്. ഇതോടെ എന്തായി? ഹയർ ബിറ്റ് 8201ലും ലോവർ ബിറ്റ് 8200ലും സ്റ്റോർ ആയി. ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എൻ്റെ ചെയ്താൽ നമ്മൾ പ്രോഗ്രാം തീരും. സേവ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വാല്യൂസ് ഇരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ മെമ്മറി 8100Hലേക്കാണ്. അവിടെ ഞാൻ എന്ത് ചെയ്തു? 0F. ഓക്കെ, എൻ്റെ പ്രോഗ്രാം കറക്റ്റാണ്. എനിക്ക് എന്ത് കിട്ടണം? 8200ൽ E1ഉം 8201ൽ 0 എന്നും കിട്ടണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് റൺ ചെയ്തു. റൺ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? 8200Hലേക്ക് പോകുമ്പോഴത്തേക്കും കണ്ടോ എൻ്റെ 8200ൽ E1ഉം വന്നു, 8201ൽ 00 എന്നും പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ? പ്രോഗ്രാം സക്സസ്ഫുള്ളി വർക്കിംഗ് ആണ്.